വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിരാവിലെ തന്നെ കോട്ടയത്തോട്ട് പോകാൻ പോവുകയാണ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി. അപ്പം ഓൾറെഡി ചില ആൾക്കാർ പുറകെ കൂടി കസേരയൊക്കെ എടുത്ത് അങ്ങോട്ട് നടക്കുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യണ്ട. അപ്പം ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ട്? ബ്ലാക്കും ഈ നീല ജീൻസ്. ഞാൻ വേറെ കളർ ഇട്ടതായിരുന്നു. അമ്മ പറഞ്ഞു കൊള്ളില്ലെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഡ്രസ്സ് മാറ്റിച്ചാണ്. ഇപ്പൊ അതെ ഈ ബ്ലാക്കും ജീൻസും ബൂട്ടും. കമന്റ് പറയാം കൊള്ളാവളത്തില് കേട്ടാ. കരിമ്പച്ചയും ബ്ലാക്ക്. കരിമ്പച്ച ഒരെണ്ണം ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ കാണിച്ചു തരാം. അല്ലെ ആ ബ്ലോഗിനകത്ത് കണ്ടതാ. ആ കരിമ്പച്ചയും ബ്ലാക്ക് ഇടാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത് അമ്മക്ക് പറയുന്നത് പറ്റില്ല. എടാ എലി എന്താടാ? ഇറച്ചിയൊന്നും ഇല്ല എലി, മാറിക്കോ. അമ്മ എന്താ ഒരുങ്ങിക്കുന്നത്? എന്ത് ഹോസ്പിറ്റലിലോട്ട് ഇറക്കാണ്? അയ്യോ ആ ശരി സ്വന്തമായിട്ട് പോയാ പോരെ? അമ്മ ഇതിന് എൻ്റെ വരുന്നത്. ഓ ശരി അക്ഷയ വന്നു കേട്ടാ. 8:45 വരുമെന്ന് പറഞ്ഞതാണ്. കക്ഷി 9 ആയപ്പോ വന്നു. ദേണ്ട് നിൽക്കുന്നു. 8:45 ആയേ ഉള്ളല്ലേ? ആ കൊള്ളാം. എഴുന്നേറ്റില്ല. അമ്മ എന്താ സ്കൂട്ടി പോകുന്ന? അവനെ അമ്മയല്ലേ ഇപ്പൊ പറഞ്ഞു വിട്ടത്, ഫോൺ ഹോൾഡർ മറന്നു പോയോണ്ട്. അത് അവനാണ്, ഞാൻ പറഞ്ഞു വിടുകയല്ല. പറയുന്നത് നിനക്കൊരു ബുദ്ധിമുട്ടില്ലായിരിക്കും. അപ്പൊ ഫോൺ ഹോൾഡറിനെ അവൻ പോയാ, അപ്പൊ അവൻ്റെ കൂടെ പോയാ പോരായിരുന്ന? വേണ്ട എന്ത് വേണ്ടിക്കണ്ട് നിക്കമ്മേ. ഓൾറെഡി ലേറ്റ് ആയി, പിന്നെ ഞാൻ ലേറ്റ് ആണ്. അമ്മേ വാ അമ്മേ, അവനിപ്പോ വരും 2 മിനിറ്റ്. അമ്മ പോകുന്നു. അക്ഷയ് മറ്റേ ആ ഫോൺ ഹോൾഡർ ഇല്ലേ ഞാൻ വണ്ടിയുടെ ഒക്കത്ത് വെക്കുന്ന, അത് ഞാൻ മറന്നു വരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിൽ അവരെടുക്കാൻ പോയിരിക്കുക. പിന്നെ നമുക്കിപ്പോൾ ക്യാമറ മേടിക്കാൻ പോവാം. ക്യാമറ എടുത്തിട്ട് പിന്നെ കോട്ടയത്തോട്ട് വിടാം. ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റന്റ് ഓൾറെഡി അവിടെ എത്തി കേട്ടോ, കൊല്ലത്തുനിന്നാണ്. ഇവൻ ഒരു സ്പെഷ്യൽ കണ്ടസ്റ്റന്റ് ആണ്. ഏകദേശം 130 കിലോ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഫുൾ മെനു അല്ലെങ്കിൽ ചിലപ്പോൾ ഡബിൾ മെനു കഴിച്ച് തീർക്കുമായിരിക്കും. അപ്പോൾ അക്ഷയ് തിരിച്ചു വന്നു, നമുക്ക് ഇറങ്ങാം. ഇന്നലെ ജാൻവിയിൽ കയറി ആ സമയത്തോട്ട് ഇപ്പം എനിക്ക് ഛർദ്ദിക്കാൻ വരിക. ഇപ്പം നമ്മൾ ക്യാമറ മേടിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വല്ല വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. അമ്മ ഹോസ്പിറ്റലിൽ പോയില്ല രാവിലെ. ഈ റോഡിൻ്റെ സൈഡിൽ ഈ ഒരു ചെറിയ കട ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് നിന്നു. മുന്തിരി സോഡ ചേറെ വലുപ്പം ഉണ്ടല്ലോ. അവർ പറയുന്നവർക്ക് ക്യാഷ് വേണം, ഫസ്റ്റ് സെയിൽ ആയതൊന്നും കഴിഞ്ഞിട്ട്. വെള്ളമൊക്കെ കുടിച്ചാണ്. നമ്മളിപ്പോൾ എന്തായാലും ക്യാമറ മേടിക്കാൻ വേണ്ടി പോവുക. കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ക്യാമറ വാടകയ്ക്ക് എടുക്കുന്ന പറഞ്ഞാൽ മേടിച്ചാൽ പോരെന്ന്. അത് മെയിൻ റീസൺ, ഈ ക്യാമറ ഏകദേശം 4-4.5 ലക്ഷം രൂപയുടെ. അപ്പം മേടിക്കണമെങ്കിൽ ആ പൈസ കൊടുക്കണം. അതിൻ്റെ പൊക്കത്ത് എന്ന് വെച്ചാൽ ഈ പൈസ ഇതിനകത്തോട് ഇടാൻ പറ്റത്തില്ല. ഇപ്പോൾ ചെയ്യുന്ന മിക്ക വീഡിയോസിന് ഇപ്പം എനിക്ക് നല്ല ചിലവുണ്ട്. അവിടെ മുമ്പിലോട്ട് ചെയ്യുന്ന വീഡിയോസ് ഇതിനെക്കാട്ടും കൂടുതൽ ചിലവുണ്ട്. അപ്പോൾ അതാദ്യം തന്നെ ഞാൻ എങ്ങനെ സെറ്റാക്കുമെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ 4.5 ഇതിനകത്തോട് ഇടാനുള്ള സാഹചര്യമല്ല. അതൊരു സ്മാർട്ട് ഡിസിഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ ചെയ്യാത്തതാണ്. മനസ്സിലായോ? എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഉള്ള കുറച്ച് ഷെയർ ചെയ്യട്ടെ. നമ്മൾ ആൾക്കാർ ഈ ബാക്കിയുള്ള ചാലഞ്ചസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണട്ടെ. അല്ലെങ്കിൽ ഈ ഫുഡ് ചാലഞ്ച് മാത്രം കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാലഞ്ചൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം ചെയ്യാൻ. ക്യാമറ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പം എന്തായാലും നമുക്ക് ഇനി കോട്ടയത്തോട്ട് പോവാം. അവൻ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. അതാണിപ്പോൾ എപ്പോഴും ഞാൻ കണ്ടസ്റ്റന്റ് നേരത്തെ എത്തുന്നത്, ഞാൻ ലേറ്റ് എത്തുന്നത്. ഇന്ന് അക്ഷയ് ലേറ്റ് ആക്കിയതാ. ഞാൻ 8:45 പറഞ്ഞിട്ട് 8:30 വിളിച്ച് പറഞ്ഞ ഒന്നും ആയില്ല. അപ്പം നമ്മൾ അവസാനം എത്തി കേട്ടാ. ഡോമിനോസ് ദേണ്ട് അവനാണോ ഉണ്ടോ കണ്ടസ്റ്റന്റ്? അവൻ ഓൾറെഡി വന്ന് നിൽക്കുന്നത്. ഇതിപ്പം എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഡയറക്റ്റ് മെയിൽ അയച്ചതാണ്. ഞാനത് ഇൻസ്റ്റയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കാണ് ഈ മെയിൽ വന്നത്. നമ്മുടെ കണ്ടസ്റ്റന്റ് കൊല്ലത്തുനിന്നാണ്. ഇത് ഫുൾ മെനുവും ഡബിൾ മെനു എല്ലാം കഴിക്കാന്നല്ലേ? മുടിപ്പിക്കും. ഇപ്പൊ തുറന്നേ ഉള്ളൂ, നമുക്ക് അകത്തോട്ട് കയറാം. ഇൻട്രോ എടുക്കാൻ പോവുക. ഇൻട്രോ എടുത്തിട്ട് നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടസ്റ്റന്റ് ഇപ്പോൾ ഓൾറെഡി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമായിരിക്കും ആണെന്ന് തോന്നുന്നു. ഞാനപ്പോൾ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 6-7 പീസെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ട്. ബ്രോ കഴിക്കുമെന്ന് പറയുന്നു, കഴിക്കുമെന്നും മലർത്തുമെന്നും അടിക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതെല്ലാം എങ്ങനെ പോകുമെന്ന് നിങ്ങൾ ഈ മെയിൻ ചാനൽ വീഡിയോക്കകത്ത് വരുമ്പോൾ കാണുക. ഇപ്പോഴും ഞാൻ അറിഞ്ഞിട്ടില്ല, ഇത് സ്റ്റാർട്ടാവും. ഇപ്പോൾ സാധനം വന്നിട്ടില്ല. വന്നു കഴിയുമ്പോൾ ഞാൻ പറയാം. ഞാൻ പറയത്തില്ല, വീഡിയോ കണ്ടാൽ മതി. ഏതപ്പം നമ്മുടെ ഫുഡ് ചാലഞ്ച് കഴിഞ്ഞ് കേട്ടാ. കണ്ടിട്ട് വല്ല വ്യത്യാസം തോന്നണ്ട? ഒരു 10 കിലോ കൂടിയത് കണക്ക് കൂടി. ഫ്രെയിമിനകത്ത് ഫുള്ളായിട്ട് ഇത് വരുന്നില്ല ഇപ്പോൾ കഴിച്ച്. ഞാനതൊന്നും കഴിച്ചിട്ടില്ല, ഇതിനും കഴിച്ചിട്ടില്ല. പോകുന്ന വഴി എന്തായാലും ബ്രോയിന് കൊല്ലത്തോട്ട് പോകണം. അപ്പം രജിസ്റ്ററിനെ കൂടെ ആക്കിയിട്ട് വേണം. ഇത് നമ്മളെന്തായാലും തപ്പാം. ഹൈദരാബാദിലല്ലേ ജോലി ചെയ്യുന്നത്?
അതെ. അപ്പം ബ്രോനെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുപോയി ഇപ്പം സ്റ്റേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ പൊളിച്ചോണ്ടിരിക്കുകയാണോ? പിന്നെ എപ്പോഴും കാണാം കേട്ടാ. ശരി, അടം വരെ എത്തുമല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും തിരിച്ച് ആലപ്പുഴയിലോട്ട് പോവാം. ഞാൻ ഒട്ടും കഴിച്ചിട്ടില്ല, വിശന്നിട്ട് മേല, ഇവനൊന്നും കഴിച്ചിട്ടില്ല. ദൈവമേ, എന്തായാലും കഴിച്ചേ തീരൂ. ഞാൻ എപ്പോൾ ഫുഡ് കോമ്പറ്റീഷന് പോകാൻ നേരത്തും ഒന്നും കഴിക്കാതെ വരും. പിന്നെ നമ്മുടെ കണ്ടസ്റ്റന്റ് കടുപ്പ് കണ്ടിട്ട് ദൈവമേ താങ്ങില്ല, സഹിക്കുന്നില്ല. ഫുഡ് വന്നിട്ടുണ്ട്, ചിക്കൻ, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, പിന്നെ ബർഗർ. അവൻ കഴിക്കും. ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാം, എനിക്ക് കഴിക്കാൻ തന്നെ പറ്റുമെന്ന് അറിയത്തില്ല. ഒടുക്ക തുറക്കും. എനിക്ക് ഉറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി മറ്റേ പള്ളിയിൽ പോയിട്ട് പിന്നെ രാവിലെ നേരത്തെ ടി വിയിലേക്ക് ഇറങ്ങി. നമുക്ക് പോവാം. ഞാൻ തന്നെ ഓടിക്കാൻ വേണ്ടി വ്ളോഗിന് നാളെ വരത്തുള്ളൂ, അറിയാം. നമ്മളെ വീട്ടിലെത്തിയും ബോയ്സ്, നമ്മള് ഒരാള് മുമ്പിൽ കൂടി നടന്നു പോകുന്നു. എങ്ങോട്ട് പോകും നടന്ന്? വീഡിയോ അറിയില്ല, എഡിറ്റ് ചെയ്യുമ്പോ മനസ്സിലാവും. ചെയ്തില്ല, ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോ മനസ്സിലാവും. ബാക്കിയെല്ലാം സെറ്റായിട്ട് കിട്ടി. അറിയില്ല, കിട്ടിയില്ല, കിട്ടി കാണും, കുഴപ്പമില്ല, കിട്ടി കാണും. അല്ല കഴിച്ചാ? ഇപ്പൊ കഴിച്ചേ. ഉറങ്ങണ? ആര് ജയിച്ച് ആര് തോറ്റ് അല്ല നടന്നാ? വായിലെന്തോ എന്തോ മറ്റേ ഉണങ്ങിയ ഈന്തപ്പഴം. കൊറേ നേരം എടുക്കുന്നില്ല കണ്ടുപിടിച്ച് ഉണങ്ങിയ ഈന്തപ്പഴം കഴിക്കാൻ. ആ പാക്കറ്റിലുള്ള ഒരെണ്ണം ഫുള്ള് ഇപ്പഴാണ് കണ്ടുപിടിച്ചത്. കൊണ്ടുപോവാ. ഞാൻ അന്ന് മേടിച്ചു ചേർന്ന് പിന്നെ അത് മറന്നുപോയി. വീട് കത്തിക്കുവാണ് അമ്മ ഇവിടെ. വെള്ളമൊന്നും ഒഴിക്കുന്നത് നോർമലാണ്. അത് കത്തുന്ന കത്തട്ടാ അമ്മ, കത്തുന്ന കത്തട്ട അമ്മ, ഒന്നും കത്തി വീഴത്തില്ല താഴത്തോട്ട്. കൊള്ളാം. അപ്പൊ ഇന്നലെ ഞാൻ ഷൂ കഴുകില്ലായിരുന്നു, അത് വെളുത്തിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട്. സാറിന് കഴിഞ്ഞേക്കാട്ട് നല്ലതായിട്ട് വെളുത്തത്, സൈഡൊക്കെ വെളുത്തിരിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് അഴുക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് ഇവിടെ ഒരു പാടിരിക്കുന്നുണ്ട്, അത് ഇവിടെയായിട്ട് കുറച്ച് പാടുണ്ട്. പിന്നെ ഇതിനകത്തൊരു കറ കണക്ക് വന്നിട്ടുണ്ട് ഇവിടെ, അതും പോയിട്ടില്ല. അതിന് ചിലപ്പോൾ കൈവച്ച് ഉരച്ച് കഴിയേണ്ടി വരും. ഇങ്ങനത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുക. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഉറക്കം നല്ല ഏറെയുണ്ട്. ഒന്ന് ജിമ്മിൽ പോകാതിരിക്കുന്നത് നല്ലത്. പക്ഷെ എന്ത് ചെയ്യാനാ, 110 കിലോ വെറുതെ ഇരുന്നാൽ ആകത്തില്ല. അല്ല, വെറുതെ ഇരുന്നാലും ആകും, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആകത്തില്ല. പിന്നെ ഞാൻ കണ്ട എല്ലാ സ്ഥലത്തും കാലിടുന്നതുകൊണ്ട് പിന്നെ അതും ഇതും പെൻഡിങ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്നെ ജിമ്മ് കഴിച്ചിട്ടുണ്ട്. ഞാൻ 3 എക്സസൈസ് ചെയ്തോളൂ ഇന്നും. സാറിന് വെച്ചാൽ 5 എൻ്റെ മിനിമം. അത് ഞാൻ ചെയ്ത്. നമ്മൾ പോസിറ്റീവ് സൈഡ് നോക്കണം, പോസിറ്റീവ് അല്ല ലെസ് നെഗറ്റീവ് നോക്കണം. ഇന്നും എൻ്റെ വീട്ടിലെല്ലാവരും കിടന്നു കഴിഞ്ഞു കേട്ടോ. കുറച്ച് ദിവസങ്ങളാണ് അടുപ്പിച്ച് ഞാൻ രാത്രി ഇങ്ങനെ പുറത്തിറങ്ങുവാണ്, എല്ലാവരും ഓൾറെഡി കിടന്നും കഴിഞ്ഞു. ഞാൻ എന്നാലും നമുക്ക് പുറത്ത് എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം, ഒന്ന് ജസ്റ്റ് നൈറ്റ് ഡ്രൈവും ചെയ്തിട്ട് വരാം. കാറിൻ്റെയിലുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അമ്മയച്ഛൻ്റെ കീഴിൽ ആ ചെറിയ കടയിലാണെങ്കിലും വേറെ ആരെങ്കിലും വെപ്പിക്കാം. നമ്മുടെ അമ്മയച്ഛനും മൂഡിൽ വീട്ടിൽ തന്നെ കാണും, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനും പറ്റും. എനിക്ക് കുറച്ചേറെ ട്രിപ്പിൽ പോകണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും സെറ്റായി വരുന്നില്ല. ഞാൻ ഈ കിട്ടുന്ന പൈസ ഭൂരിഭാഗം മിക്കതും ഞാൻ ഈ വീഡിയോക്കകത്ത് ഇറക്കുക. പക്ഷെ എനിക്ക് മുമ്പിലോട്ട് കുറച്ച് വീഡിയോസൊക്കെ വേണം, അത് ചെയ്യാൻ കുറച്ച് കൂടുതൽ പൈസ വേണം. ഓനെ ഇന്ത്യയുടെ പുറത്തോട്ടൊക്കെ ആൾക്കാരെ കൊണ്ടുപോയി കുറച്ച് ചാലഞ്ചൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊക്കെ മഹാ പൈസയാണ്. അപ്പം നല്ലൊരു റവന്യൂ ഞാൻ ഉണ്ടാക്കിയെടുക്കും. എങ്ങനെയായാലും കേരളത്തിൽ ആരെങ്കിലും ചെയ്യാമെങ്കിൽ ഞാനേ ചെയ്യത്തുള്ളൂ ഈ വീഡിയോ, അത്രേ ഉള്ളൂ. അതെനിക്കറിയാം. വലിയ യൂട്യൂബർ ആകാൻ അതെന്തായാലും ഞാനാവും, നമുക്ക് റിച്ച് യൂട്യൂബർ ആകാൻ, എന്നാലേ എൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് നൈറ്റ് ഡ്രൈവിന് പോവാം. കുറച്ച് ബഡ്ജറ്റ് കൂടുതലായ കേരളത്തിന് പുറത്തോട്ട് പോയാനേ ഇപ്പം, പക്ഷേ നമുക്ക് പിന്നെ എപ്പോഴത്തേക്കും അപ്പോൾ പോവാം ബോയ്സ്. നൈറ്റ് ട്രിപ്പിന് നമുക്ക് അഭിരാമിനെയും വിളിക്കാൻ വഴി വെച്ച്. പെട്രോൾ ഉണ്ടോ ആവും, പെട്രോൾ കുറച്ച് കുറവാ, നല്ല അഡ്ജസ്റ്റ് ചെയ്യാം. മോനെ എൻ്റെ മറ്റേ പുതിയ കാറ് വന്നിട്ട് വേണം കാശ്മീർ ട്രിപ്പും ഓൾമോസ്റ്റ്. കാശ്മീരിൽ ഞാൻ മെയിൻലി 24 hours in ഐസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ പോവുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് മോസ്റ്റ്ലി ഞാൻ ഇന്ത്യ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ എപ്പോഴും കാശ്മീരിലോട്ട് ഓടിച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ അഭിരാമിൻ്റെ വീട്ടിലോട്ട് ഞാൻ പോവുകയാണ്. എനിക്ക് അമ്മമാരുടെ വീടൊന്നും അറിയത്തില്ല, അറിയാം. അമ്മമാരെപ്പോഴും എൻ്റെ വീട്ടിലോട്ട് ഡയറക്റ്റ് വരുന്നത്. അപ്പം വഴി അങ്ങനെ ഉറപ്പില്ല. ഈ ലെഫ്റ്റിലോട്ട് എടുത്തിട്ട് എവിടെയോ ആണെന്നാണ് പറഞ്ഞത്. ഞാൻ അവൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയെന്ന് തോന്നുന്നു. അതെന്തായാലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കും. എനിക്ക് വിശന്നിട്ട് വില
110 കിലോ കുറച്ച് ജാസ്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എങ്ങനെ വീപ്പക്കുട്ടി കണക്ക് ഇരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ മറ്റേ പട്ടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്ന പട്ടി? നിങ്ങൾ ആരും ജർമ്മൻ ഷെപ്പേർഡ് കുറച്ച് പേരും 1-2 കമന്റ് മിക്കവരും പറയുന്നത് വേറെ വേറെ പട്ടികളുടെ പേര് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. പക്ഷേ ഈ ഡോഗോ അർജന്റീനോയും ഈ ബെൽജിയം മാംഗുലിസ് എന്തോ അങ്ങനെ സംഭവം അങ്ങനെ വേറെ കുറേയൊക്കെ പറഞ്ഞ് ജർമ്മൻ ഷെപ്പേർഡ് കൊള്ളത്തില്ലേ. എനിക്ക് വേണ്ട പട്ടി എന്ന് പറയുന്നത് ജസ്റ്റ് കുറച്ച് കുറയ്ക്കണം. അത്രയ്ക്ക് അധിക കുറയും കടിയും എനിക്ക് വേണമെന്നില്ല. അത്രയ്ക്ക് അഗ്രസീവ് വേണ്ട. ചെറിയൊരു കൊര വേണം. ഒരു കൊരയില്ലാത്തൊരു പട്ടി വേണ്ട. കൊര വേണം, അത്രേ ഉള്ളൂ. കുറച്ച് ഒരു ലിമിറ്റില് മിണ്ടാതെ ഇരിക്കണം, ആവശ്യമുള്ള കുരയ്ക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കറക്റ്റായിട്ട് പറ ഏതാണ് എനിക്ക് പറ്റിയ പട്ടിയെന്ന്. അല്ലാതെ ഈ ഡോഗോ അർജന്റീനോ ഒക്കെ ഹണ്ടിങ് ഡോഗാന്നൊക്കെ പറയുന്നു. എനിക്ക് ഡോഗിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലതാ. ഡോഗോ അർജന്റീനോ കാണാൻ നല്ലതാ. പിന്നെ ബെൽജിയമാണ് ഓർമ്മയില്ല, കമന്റ്സ് നോക്കേണ്ടി വരും. ഏതായാലും നിങ്ങൾ പറ, നമുക്ക് നോക്കാം. പെട്ടെന്ന് എടുത്ത് ചാടുന്നില്ല ഡിസിഷൻ. എന്റെ സൈഡിൽ വന്ന് നിക്കുന്നോ? പറഞ്ഞില്ലല്ലോ. വേണ്ട, സൈഡിൽ നിന്നിട്ട് പറയുന്ന പോലും ഇല്ല. ഇന്ന് വിയർത്ത് വിളിക്കുന്നത് എന്താണ്? എവിടെ പോണ്ട? എവിടെ വേണമെങ്കിലും പോകാനുള്ള ബഡ്ജറ്റ് ഈ മാസം എനിക്കില്ല. അല്ലാതെ നാളെ വർക്കുള്ളതല്ലേ, അപ്പൊ എവിടെ വേണമെങ്കിലും പോവാം. ഇവിടെ പോകുന്ന ഓർത്തിരിക്കും. ഞാൻ ഇപ്പൊ ഹൈവേയിലോട്ട് കയറി. കൊച്ചിയിലോട്ട് പോണ, കൊല്ലത്തോട്ട് പോണ, കോട്ടയം പോയാ രാവിലെ, ഇടത്തോട്ട് പോകണ്ട. പക്ഷെ എന്നാലും എനിക്കറിയാം ഇവിടുത്തെ എല്ലാ കടലും ഞാൻ മോസ്റ്റ്ലി എല്ലാം പോയിട്ടുണ്ട്. ഇവന് പിന്നെ നാളെ രാവിലെ വർക്കും കൂടി ഉള്ളതുകൊണ്ട് എറണാകുളം പോകണ്ടേ. അപ്പൊ അതുകൊണ്ട് ആദ്യം ഞാൻ വല്ല ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും തീരുമാനമാക്കാന്ന് പറഞ്ഞിരിക്കും. എനിക്ക് ഒടുക്കത്തെ വിശപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ വെറുതെ എനിക്ക് ഡ്രൈവ് ചെയ്യാനും പോയാലും മതിയായിരുന്നു. എനിക്ക് രാത്രി ഇങ്ങനെ ഓടിക്കുന്ന ഇഷ്ടമാണ്. ഉറക്കം വന്ന് തൂങ്ങി ഓടിക്കും. അല്ലെങ്കിൽ യുഎസ് റോഡ് ട്രിപ്പ്, അത് ഇന്ത്യ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതാണ് ഇന്ത്യ കംപ്ലീറ്റ് ചെയ്തിട്ട് യുഎസ് റോഡ് ട്രിപ്പ് എനിക്ക് വേണം. യുഎസ് റോഡ് ട്രിപ്പ്, ജപ്പാൻ റോഡ് ട്രിപ്പും വേണം എനിക്ക്. സ്റ്റിയറിംഗ് വീൽ ഒരു എടുക്കരുത്. ഞാൻ നമ്മൾ കറങ്ങി തിരിഞ്ഞ് 2 ദിവസം മുമ്പേ വന്ന സെയിം സ്പോട്ടിൽ തന്നെ വന്നിരിക്കുകയാണ്, മറ്റേ ടർഫുള്ള സ്ഥലത്ത്. അപ്പോൾ എന്തെങ്കിലും മധുരമുള്ള ആദ്യം കഴിക്കാം. മധുരമുള്ള കഴിച്ച ഗ്യാസാണ് ഇപ്പോൾ എനിക്ക് വന്നു. പക്ഷെ ഒന്നും ഓൾറെഡി ഗ്യാസ് ഉള്ളതുകൊണ്ട് തന്നെ കഴിച്ചാലും കുഴപ്പമില്ലല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം ചിക്കൻ കഴിക്കാം, പിന്നെ തണുപ്പുള്ള കഴിക്കാം. ഞാൻ കൊഴുപ്പിച്ചെടുക്കുകയാണ്. എനിക്ക് വയ്യ. ഒരു ദിവസം ആകുമ്പോൾ നമുക്ക് ഇറക്കാൻ കൊടുക്കാം. ഞാൻ പിന്നെയും ഫ്രഞ്ച് ഫ്രൈ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് നോർമൽ ഓർഡർ ചെയ്തിരിക്കുന്ന, സ്പൈസിയാ പെരി പെരി ഒന്നുമല്ല. നമ്മുടെ മസാല ഷവായ വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിച്ചില്ലായിരുന്നു, വയറ് ഫുള്ളായി. ഇപ്രാവശ്യം കഴിച്ച് നോക്കണം. ഇപ്രാവശ്യം ഫ്രൈസുമായിട്ട് ഇതിൻ്റെ ഗ്രേവി എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഞാൻ കുറച്ച് മധുരം കഴിക്കാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷേ വേണ്ട, നമുക്കൊരു ഡ്രൈവ് ചെയ്യാം. ആരുമില്ല, നമുക്ക് എന്തായാലും പോകാം. ഒരു വലിയ ഡ്രൈവിന് പോയിരുന്നെങ്കിൽ പട്ടിയൊക്കെ റോഡേ കയറി ചത്ത് കിടക്കുകൊണ്ട് കിടന്നുറങ്ങും. ചൂട് വേണമെന്ന് ഇയാള് വട്ടമൊക്കെ ചേർന്ന ആൾക്ക് എന്താണ് പ്രാന്ത്? അവരാൻ പോവുകയാണ് നാളെ ജോലിക്ക്. നമ്മള് രണ്ടുപേരും മാത്രം ഇടുന്നു, രണ്ടുപേരും കുറെ പേരുണ്ട്. ഞാൻ വെള്ളം മേടിച്ച് നമുക്ക് എന്തായാലും പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാം. നാളെ രാവിലെ അമ്മമാര് മീൻ പിടിക്കാൻ പോകുമെന്ന് പറയുന്ന കേട്ടായിരുന്നു. പക്ഷെ ചൂണ്ടയൊന്നും കയ്യിലില്ല. എന്നാലും നോക്കാം, ഞാൻ പോയി കിടക്കട്ടെ പെട്ടെന്ന്. അപ്പം ഞാൻ വീട്ടിലെത്തി കേട്ടാ. വണ്ടി ഞാൻ എൻ്റെ കൂട്ടുകാരന് കൊടുത്ത്. എന്തായാലും നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്. വെള്ളം കുടിക്കട്ടെ.